എല്ലാ കുട്ടികൾക്കും സുഭാഷാറാണ്. മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് അടിപൊളിയായിട്ടുള്ള ക്വസ്റ്റനാണ്, ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റനാണ്. NDA 1-ന് 2024 വന്ന ചോദ്യമാണ്. നിങ്ങൾ ഇങ്ങനത്തെ റീസെൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസുകൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, കാരണം അതുമായിട്ട് റിലേറ്റ് ചെയ്തായിരിക്കും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റൻസുകൾ എക്സാമിന് ഉറപ്പായിട്ടും ഉണ്ടാകും തരും. അപ്പോൾ ഇങ്ങനത്തെ ഇത് പഠിച്ചോണം. മെത്തേഡാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മനസ്സിലാക്കുക എന്നുള്ളത് ചെയ്യാൻ ഇച്ചിരി ഉള്ളൂ, പക്ഷേ ഇത്തിരി മനസ്സിലാക്കാനുണ്ട്. അതുകൊണ്ട് അടിപൊളിയായിട്ട് അങ്ങോട്ട് പഠിക്കാനിരിക്കണം. മനസ്സ് മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്ത് കേട്ടിരിക്കാനും അത് ചെയ്തെടുക്കാനുള്ള ഒരു കഴിവിലോട്ട് എത്തിക്കണം. ഓക്കെ, നല്ല രീതിയിൽ കൂടെ അങ്ങോട്ട് പഠിക്കണം, എന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇതുകൊണ്ടൊരു പ്രയോജനമുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് നമ്മുടെ NDA 2-നും യൂസ് ചെയ്യാം, കീമിന് യൂസ് ചെയ്യാം, ക്വിസാറ്റിന് യൂസ് ചെയ്യാം. എല്ലാത്തിനുമുള്ള കോമൺ പ്രോബ്ലമാണ്. അതും പ്രത്യേകിച്ച് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. അതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫങ്ഷൻസുകൾ സാധാരണ ആൾക്കാരല്ല, ഇത്തിരി ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ്. മോഡുലസ് ഫംഗ്ഷനുണ്ട്, ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷനുണ്ട്. അതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് ഈ പ്രോബ്ലത്തിൽ നല്ലതുപോലെയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊന്ന് ഷെയർ ചെയ്യാൻ ഞാൻ പറഞ്ഞെങ്കിലും ചെയ്യുമോ ഇല്ലെന്ന് എനിക്കറിയില്ല. മനസ്സുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേര്, കാരണം കുട്ടികൾക്ക് പുതിയ ചോദ്യങ്ങളും പുതിയ മെത്തേഡുകളൊക്കെ കണ്ടാൽ ചിലപ്പോൾ പഠിക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലോ നമുക്ക് നോക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. f of x is equal to modulus of x minus 1, g of x is equal to greatest integer function of x, and another function h of x can be f of x into g of x. ഓക്കെ, അങ്ങനെയാണെങ്കിൽ then find integral -1 to 0 h of x dx, next integral 0 to 2 h of x dx. രണ്ട് ക്വസ്റ്റൻസ് ഉണ്ട് കേട്ടോ. ഒരെണ്ണം -1 to 0-ലും അടുത്ത 0 to 2-ലും. അപ്പോൾ നമുക്ക് പതുക്കെ അങ്ങോട്ട് പോകാം. ആദ്യം നമുക്ക് -1 to 0 തുടങ്ങാം. ഇവിടെ h of x എന്നുള്ള ഫംഗ്ഷനാണ് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ബട്ട് h of x ക്യാൻ ബി എങ്ങനെയാണ് f of x ഇൻറ്റു g of x എന്ന് പറഞ്ഞാൽ ഇതേ ഇൻറ്റു ഇതാണ്. ഓക്കെ, മോഡുലസ് x - 1 ഇൻറ്റു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് x. അതാണ് നമ്മളപ്പോൾ h of x അങ്ങോട്ട് എഴുതാം. h of x ഈസ് ഈക്വൽ ടു മോഡുലസ് x - 1 ഇൻറ്റു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് x. ഇതാണ് നമ്മുടെ h of x. ഓക്കെ, ആദ്യത്തെ നമുക്ക് നോക്കിക്കേ, -1 to 0 ആണ് അല്ലേ ഫസ്റ്റ് പാർട്ട്. -1 to 0 h of x dx എന്ന് പറഞ്ഞാൽ -1 to 0 മോഡുലസ് x - 1 ഇൻറ്റു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് x dx. ഓക്കെ, ഇനിയാണ് അടുത്തതാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ശ്രദ്ധിച്ചിരിക്കുക. -1 0 എന്ന് പറഞ്ഞാൽ x ലൈസ് ഇൻ ബിറ്റ്വീൻ -1 and 0. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നല്ല വൃത്തിയായിട്ടൊന്ന് എഴുതാം. ഓക്കെ, x ലൈസ് ഇൻ ബിറ്റ്വീൻ -1 and 0. അങ്ങനെയാണെങ്കിൽ മോഡുലസ് x - 1 ആൻഡ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് x ആരൊക്കെയാണെന്ന് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ -1 to 0 മോഡുലസ് x - 1. മോഡുലസ് x - 1 മോഡുലസിനെ മാറ്റണമല്ലോ, നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ മോഡുലസ് ഒന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് പറയണം. മോഡുലസ് മാറുമ്പോൾ ഈ ഇൻ്റർവെല്ലിൽ മോഡുലസ് ഓഫ് x - 1 വാല്യൂ മൈനസ് ഓഫ് x - 1 എന്നായിരിക്കും, മറന്നു പോകരുത്. ഓക്കെ, ഒന്നുകൂടെ കേട്ടോ. മോഡുലസ് x - 1 എന്നുള്ളതിൻ്റെ വാല്യൂ മൈനസ് ഓഫ് x - 1. ബിക്കോസ് നോക്കിക്കേ, -1-നും 0-ക്കും ഇടയ്ക്കാണ്. -1-നും 0-ക്കും ഇടയ്ക്കുള്ള നമ്പർ എക്സിൻ്റെ പ്ലേസിൽ കൊടുത്താൽ അകത്തെ ആൻസർ നെഗറ്റീവ് ആവും. ശരിയല്ലേ? -1-നും 0-ക്കും ഇടയ്ക്കുള്ള എന്താണെങ്കിൽ 0-ക്കും -1-നും ഇടയ്ക്ക് ഉള്ള വാല്യൂ ഈ എക്സിൻ്റെ പ്ലേസിൽ കൊടുത്താൽ ആൻസർ എന്താണ്? നെഗറ്റീവ്. പോസിറ്റീവ് അല്ല കിട്ടുന്നത്, നെഗറ്റീവ് കിട്ടുന്നതുകൊണ്ട് ഈ മോഡുലസിനെ കളഞ്ഞെഴുതുമ്പോൾ പുറത്ത് എന്തിടണം? മൈനസ്. ദാറ്റ് ഈസ് മൈനസ് ഓഫ് x - 1. നെക്സ്റ്റ്, ഇനി ഈ സമയത്ത് തന്നെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ്റെ വാല്യൂ -1-നും 0-ക്കും ഇടയ്ക്ക് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ്റെ വാല്യൂ ആരാണെന്ന് കേൾക്കുക, എല്ലാവരും കേട്ടോണം. -1 എന്നായിരിക്കും. 0-ക്കും -1 കേട്ടോ, 0-ക്കും പിന്നെ ആർക്കാം -1-നും ഇടയ്ക്ക് ഏത് നമ്പർ എക്സിൻ്റെ പ്ലേസിൽ കൊടുത്താലും അത് നെഗറ്റീവിലുള്ളതായിരിക്കും. ശരിയല്ലയോ? -1-നും 0-ക്കും ഇടയ്ക്കുള്ള ഏത് നമ്പർ നെഗറ്റീവ് അല്ലയോ മോനെ? ഇവിടെ ഒരു എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ നെഗറ്റീവ്? മൈനസ് പോയിൻറ്റിൽ എന്ന് പറഞ്ഞാൽ മൈനസ് പോയിൻറ്റിലുള്ളൊരു വാല്യൂ ആണ് അല്ലേ? -0 പോയിൻറ്റിലുള്ള വാല്യൂ ആണ്. -0 പോയിൻറ്റിലുള്ള വാല്യൂ വരുമ്പോൾ ആൻസർ ആരാണ്? 0 എന്ന് എഴുതരുത്, -1 ആണ്. ഓക്കെ, അപ്പോൾ ഓർത്തോണം, -1-നും 0-ക്കും ഇടയ്ക്കുള്ള ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ്റെ വാല്യൂ -1 എന്നാണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ്റെ പ്ലേസിൽ -1 എന്ന് എഴുതണം. ഓക്കെ, നമുക്കറിയാം ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന നമ്പറിൽ നിന്ന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഇൻറ്റിജർ പാർട്ടിനെ എടുത്ത് എഴുതുക. then ഇങ്ങനെ
ഇപ്പോൾ 2.5 എന്നാണെങ്കിൽ 2 എഴുതുക അല്ലേ. 0.1 എന്നാണെങ്കിൽ 0 എഴുതുക. -0.1 ആണെങ്കിൽ അല്ലെങ്കിൽ 0.2 ആണെങ്കിൽ എത്ര തന്നെയാണ്? 0.2 ആണെങ്കിൽ 0 എഴുതുക. 0.1 ആണെങ്കിലും അല്ലെങ്കിൽ -0.2 ആണെങ്കിൽ ആരെന്നാണ്? -1 എന്നാണ് കേട്ടോ. 0.2 ആണെങ്കിൽ 0യാണ്. ഓക്കെ, അവിടുന്ന്. പക്ഷെ -0.2 എന്നാണെങ്കിൽ 0 എന്നല്ല, -1 എന്നാണ്. തൊട്ട് മുമ്പിലുള്ള കേട്ടോ, തൊട്ട് ഇപ്പുറത്തെ ലെഫ്റ്റിലുള്ള ഇൻറ്റിജറാണ് ആൻസർ എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, അതൊക്കെ ശ്രദ്ധിച്ചോണം. ഇപ്പം ആൻസർ വരുമ്പോൾ -1 to 0, ഈ രണ്ട് മൈനസോടെ പ്ലസ് ആയി കഴിഞ്ഞാൽ x-1. ഇതാ നമ്മുടെ ഫംഗ്ഷൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇനി എക്സിനെ നമ്മൾ ഈ രണ്ടുപേരും ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ആൻസർ കൊടുക്കുമ്പോൾ എങ്ങനെ വരും നോക്കിക്കേ. x²/2 - x ഓവർ ദ ലിമിറ്റ് -1 to 0. 0 കൊടുക്കുമ്പോൾ രണ്ടും 0 ആയി. -1 കൊടുക്കുമ്പോൾ 1/2 + 1, ആൻസർ -3/2 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ 1/2. ഇതൊക്കെ എങ്ങനെ വന്നത് നോക്കിക്കേ. എക്സിൻ്റെ പ്ലേസിൽ ആദ്യം നമ്മൾ ആരെ കൊടുക്കും? 0 കൊടുക്കും അല്ലേ. 0 കൊടുക്കുമ്പോൾ 0യും 0യും. അടുത്തത് നമുക്ക് ആരെ കൊടുക്കേണ്ടത്? -1 കൊടുക്കും. -1 കൊടുക്കുമ്പോൾ -1 the whole square. -1 the whole square is 1. 1/2 മൈനസ് പിന്നെയും എക്സിന് ആരാ? -1. അപ്പം -1 കൊടുക്കുമ്പോൾ 2 -1, ഈ മൈനസും ഈ -1 കൂടെ കൊടുക്കുമ്പോൾ +1 ആവും. 1/2 + 1 3/2, പുറത്ത് മൈനസ് ഉള്ളതുകൊണ്ട് -3/2. കാൽക്കുലേഷൻ വളരെ ഫാസ്റ്റ് ആയിരിക്കണം, ആക്യുറേറ്റ് ആയിരിക്കണം. പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് മാക്സിമം, അതാ ഞാൻ പറഞ്ഞത്, മാക്സിമം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന മെറ്റീരിയലും ഉറപ്പായിട്ട് നിങ്ങൾക്ക് റാങ്ക് കിട്ടുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് തരുന്നത്. ജോയിൻ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് 1 ഇയറിന് ജോയിൻ ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ക്രാഷിന് ജോയിൻ ചെയ്യാം. ഇപ്പോൾ വളരെ ഫീസ് കുറവാണ്, ഇത്രമേ ഉള്ളൂ ആകെ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കയറാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. 0 to 2 h of x dx ആണ് അല്ലേ. 0 to 2 h of x dx എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിനെ 0 to 1 h of x എന്നാക്കണം, +1 to 2 h of x എന്നാക്കണം കേട്ടോ. രണ്ടായിട്ട് മുറിക്കണം. 0 to 2 ഇല്ലയോ, ഇടയ്ക്കൊരു ഇൻറ്റിജർ ഉണ്ട് 1, അപ്പോൾ 0 to 1, 1 to 2. ഓക്കെ, 0 to 1 കാര്യം നമുക്ക് പറയാം. അപ്പോൾ രണ്ടും അങ്ങോട്ട് എഴുതാം കേട്ടോ. 0 to 1 നമ്മുടെ ഫംഗ്ഷൻ എഴുതുമ്പോൾ ആരൊക്കെയാണ്? (x-1) ഇൻറ്റു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് x +1 to 2 (x-1) ഇൻറ്റു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് x. ഓക്കെ, ഇനിയും 0 to 1 ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ്റെ വാല്യൂ ഞാനിവിടെ പറഞ്ഞായിരുന്നു. 0 to 1 എന്ന് പറയുമ്പോൾ 0 തൊട്ട് ഏത് വരെയാണ്? 1 വരെ അല്ലേ. അപ്പോൾ അതെല്ലാം 0 തൊട്ട് 1 വരെയുള്ള എല്ലാ നമ്പറുകളും 0 പോയിൻ്റിലാണ് മോനെ. 0 തൊട്ട് 1 വരെയുള്ള എല്ലാ നമ്പറുകളും 0 പോയിൻ്റ് അല്ലയോ. അപ്പോൾ അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജറിൻ്റെ വാല്യൂ എത്ര? 0. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷൻ ഫുള്ള് 0 ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, കാരണം ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ്റെ പ്ലേസിൽ വാല്യൂ 0 വരുമ്പോൾ (x-1) ഇൻറ്റു ഇത് 0. ഞാനിപ്പോൾ (x-1) ചെയ്യാൻ നിന്നില്ല, കാരണം ഇത് 0 എന്നറിയാവുന്നതുകൊണ്ട് പിന്നെ ഇതിന് ഇയാൾക്ക് സമയം കളയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇയാൾ എന്തോ ആയിക്കോട്ടെ, ഇവിടെ 0 ഉള്ളതുകൊണ്ട് ഈ ടേം ഫുള്ള് 0, അപ്പോൾ ആ ഫംഗ്ഷൻ 0, പിന്നെ ചെയ്യേണ്ട. നെക്സ്റ്റ് 1 to 2 നോക്കാം. 1 to 2 നമുക്ക് സ്പേസ് വേണം. നോക്കാം. 1 to 2 നോക്കിയാണേ (x-1) വാല്യൂ 1 to 2 എന്ന് പറഞ്ഞാൽ 1 തൊട്ട് 2 വരെ. 1 തൊട്ട് 2 വരെയുള്ള എല്ലാ നമ്പേഴ്സും 1-നേക്കാളും കൂടുതലാണ്. 1-നേക്കാളും കൂടുതലുള്ള നമ്പർ കൊടുക്കുമ്പോൾ ഇത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് (x-1) എടുക്കേണ്ടത്. ഓക്കെ, (x-1) (x-1) മൈനസ് അല്ല, നമുക്കറിയാം മോഡുലസ് എന്ന് പറഞ്ഞാൽ +or- ആണ്. ഇവിടുന്ന് പ്ലസ് ആണ് എടുക്കേണ്ടത്. ബിക്കോസ് 1-നും 2-നും ഇടയ്ക്കാണ് കേട്ടോ. 1-നും 2-നും ഇടയ്ക്കുള്ള എല്ലാ നമ്പേഴ്സും 1 പോയിൻ്റ്, 1.1, 1.2, 1.3. അപ്പോൾ ഇവിടെ കൊടുക്കുമ്പോൾ 1.3 - 1 പോസിറ്റീവ് അല്ലേ അകത്ത് വരുന്നത്. അതുകൊണ്ട് ആ മോഡുലസിൻ്റെ പോസിറ്റീവ് വാല്യൂ ചൂസ് ചെയ്യണം. (x-1) മൈനസ് എടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇയാളുടെ വാല്യൂ (x-1). ഓക്കെ, 1 to 2 (x-1). ഇനി ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് എക്സ്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് എക്സിൻ്റെ വാല്യൂ ആണ് പറയാൻ പോകുന്നത്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് എക്സ് എപ്പോഴാണ്? 1 to 2 അല്ലേ. 1 to 2 എന്ന് പറയുമ്പോൾ എല്ലാം നിങ്ങൾക്കറിയാം 1 പോയിൻ്റാണ്, ശരിയല്ലേ. 1 പോയിൻറ്റിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എത്ര മോനെ? 1-നും 2-നും ഇടയ്ക്കുള്ള എല്ലാ നമ്പേഴ്സും 1.1, 1.2 ആണ്. അപ്പോൾ 1.1, 1.2, 1.5, 1.7 ഒക്കെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എത്രയാണ്? 1 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ 1. അപ്പോൾ (x-1 × 1) ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 1 to 2 (x-1). എക്സിന് ഇൻ്റഗ്രൽ എത്ര മോനെ? (x²/2). 1-ൻ്റെ ഇൻ്റഗ്രൽ x ആണ്. ഓവർ ദ ലിമിറ്റ് എത്രയാണ്? 1 to 2. എക്സിന് 2 കൊടുക്കുമ്പോൾ (2²/2) 4/2 2 മൈനസ്
എക്സിന് അടുത്ത് നമുക്ക് ആരെ കൊടുക്കേണ്ടത് 2 കൊടുക്കുമ്പോൾ അപ്പോൾ 2 - 2 എത്രയായി 0 ആയി. ഓക്കെ, നെക്സ്റ്റ് 1 കൊടുക്കുമ്പോൾ 1/2 -1 1/2 1/2 -1 ആൻസർ ഈസ് -1/2 കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഇതങ്ങ് 0 ആയി, ഈ രണ്ട് മൈനസ് പ്ലസ് ആയിക്കൊണ്ട് ഫൈനൽ ആൻസർ ഈസ് 1/2 +1/2. ഓക്കെ, അപ്പോൾ ഇച്ചിരി കൺജസ്റ്റഡ് ആയി പോയി എഴുതി അല്ലേ. ഞാൻ വിചാരിച്ചില്ല ഇത്രയൊക്കെ എഴുതി വരുമ്പോൾ പറയേണ്ടി വരുന്നു എന്ന് അറിയാം. നമ്മൾ ഈ പറഞ്ഞു പോകുമ്പോൾ ഒത്തിരി എഴുതി പോകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഞാനൊരു ക്വസ്റ്റിനെ നിങ്ങൾ ചെയ്ത് കാണിക്കുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ അതിനകത്ത് എക്സ്പ്ലനേഷൻ വരും. ഇത്രയും കാര്യങ്ങളൊക്കെ നിന്ന് പഠിക്കണം. അപ്പോൾ മോഡുലസിൻ്റേതും ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ്റെ ഒക്കെ പ്രോപ്പർട്ടീസും വാല്യൂ കൊടുക്കുമ്പോൾ കിട്ടുന്ന ഫംഗ്ഷൻ്റെ മാറ്റങ്ങളും മോഡുലസിനെ മാറ്റുമ്പോൾ ഉണ്ടാകുന്ന രീതികളെല്ലാം പഠിച്ചെങ്കിലേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ പഴയ മറ്റേ +2 പഠിക്കുമ്പോൾ കൊച്ചു കാര്യങ്ങൾ മതിയായിരുന്നുവെങ്കിൽ ഇവിടെ അതൊന്നുമല്ല, അതിൻ്റെ ഇൻറ്റേർണലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് അറിഞ്ഞിരുന്നെങ്കിലേ പറ്റൂ. ഇത് ലേറ്റസ്റ്റ് ക്വസ്റ്റൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരും മാക്സിമം നിങ്ങൾക്കറിയാവുന്ന കുട്ടികളിലോട്ട് ഒന്ന് ഷെയർ ചെയ്യുക, ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യുക. കാരണം കുട്ടികൾക്ക് മാക്സിമം എത്തുന്നത് നമുക്കൊരു സന്തോഷമായതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ലപോലെ പഠിക്കുക, മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഗുഡ് ബൈ.